തൃശ്ശൂര് പൂരം കാണാൻ കൂടെ പോരുന്നോ പൈങ്കിളിയേ, നീയും കാണാൻ കൊതിക്കുന്ന കൗതുക കാഴ്ചകൾ കണ്ടു രസിക്കാമെൻ കൂടെ പോന്നാൽ. ലോകപ്രസിദ്ധമായ തൃശ്ശൂർ പൂരം നടക്കുന്ന വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്താണ് നിൽക്കുന്നത്. വടക്കുംനാഥ ക്ഷേത്ര മതിൽക്കെട്ടിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിലെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുറ്റമ്പലത്തിനുള്ളിലാണ് തൃശ്ശൂർ വാഴും വടക്കുംനാഥൻ കുടികൊള്ളുന്നത്. പ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളം ആസ്വദിക്കുന്നതിനു വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന പൂരപ്രേമികൾ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. തൃശ്ശൂർ പൂരത്തിന് 200 വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് അറിയുന്നത്. മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്നത്. കൊച്ചി രാജ്യത്ത് ശക്തൻ തമ്പുരാൻ്റെ ഭരണകാലത്ത് ലോകത്തെ എല്ലാ ദേവതകളും എത്തിച്ചേരുന്ന പ്രസിദ്ധമായ പൂരം ആറാട്ടുപുഴ പൂരം ആയിരുന്നു. 1796 മെയ് മാസത്തിൽ നടന്ന ആറാട്ടുപുഴ പൂരത്തിന് പാറമേക്കാവ്, തിരുവമ്പാടി, ചെമ്പൂക്കാവ്, കാരമുക്ക്, ലാലൂർ, അയ്യന്തോൾ, ചൂരക്കാട്ടുകാവ്, നെയ്തലക്കാവ്, കണിമംഗലം എന്നീ ക്ഷേത്രങ്ങളിലെ ദേവിമാർക്ക് ആറാട്ടുപുഴയിൽ കൃത്യസമയത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ശക്തമായ കാറ്റും പേമാരിയുമായിരുന്നു തടസ്സമായത്. വൈകി എത്തിയ ദേവിമാരെ ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കാതെ വിലക്ക് കൽപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായി. ഈ സംഭവം അറിഞ്ഞ ശക്തൻ തമ്പുരാൻ ക്ഷുഭിതനായി. അടുത്ത വർഷം മുതൽ ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്നും വടക്കുംനാഥ ക്ഷേത്രത്തിൽ മേടമാസത്തിൽ പൂരം നക്ഷത്രത്തിൽ പൂരം നടത്തണമെന്നും ഉത്തരവിറക്കുകയും ചെയ്തു. അങ്ങനെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ തൃശ്ശൂർ പൂരം ആരംഭിച്ചു. തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ബാലികാരൂപത്തിലുള്ള ബാലഭദ്രകാളി ഭഗവതിയും പാറമേക്കാവ് ക്ഷേത്രത്തിലെ ഭഗവതിയും വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് ആനപ്പുറത്ത് എഴുന്നള്ളി വടക്കുംനാഥനെ വണങ്ങി തെക്കേ ഗോപുരത്തിലൂടെ പുറത്തിറങ്ങി പരസ്പരം അഭിമുഖമായി നിന്ന്
കുടമാറ്റത്തോടെ ആഘോഷമാക്കി രാത്രി പൂരത്തിന് ശേഷം വെടിക്കെട്ടോടെ പിരിഞ്ഞ് പിറ്റേ ദിവസം വടക്കുംനാഥ ക്ഷേത്രത്തിലെത്തി പരസ്പരം വണങ്ങി അടുത്ത വർഷം വീണ്ടും സന്ധിക്കാമെന്ന പ്രതിജ്ഞ ചൊല്ലി വിട ചൊല്ലി പിരിയുന്നതോടെ പൂരം സമാപിക്കുന്നു. അയ്യന്തോൾ കാർത്യായനി ദേവി വടക്കുംനാഥനെ വണങ്ങി തെക്കേ ഗോപുരം വഴി പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്.